സ്വർണം ധരിച്ചെത്തിയ ഒരു സഹാബിയുടെ കയ്യിൽ സ്വർണം കിടക്കുന്നത് കണ്ടിട്ട് നരകത്തിലെ അഗ്നി നിന്റെ കൈകളിൽ അണിഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ അനിഷ്ടം പ്രകടിപ്പിച്ചപ്പോ ആ സ്വർണം എടുത്ത് വലിച്ചെറിഞ്ഞു, മോതിരമൂരി വലിച്ചെറിഞ്ഞു. കൂട്ടുകാരനായ സഹാബി ചോദിച്ചു, ആ സ്വർണം ഇങ്ങ് എടുത്തുകൂടെ? കയ്യിൽ ധരിക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ, മറ്റെന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, ഭാര്യയ്ക്ക് കൊടുക്കാമല്ലോ. എന്താണ് ആ സഹാബി പറഞ്ഞത്? എന്റെ കൺമുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ എന്റെ കയ്യിൽ നിന്ന് ഊരി വലിച്ചെറിഞ്ഞ ഒരു സാധനം ഞാൻ ഇനി എടുത്തിട്ട് എന്റെ ഭാര്യയ്ക്ക് കൊടുക്കുകയോ? കൽപ്പനയില്ല കൊടുത്തുകൂടാന്ന്. കൽപ്പനയ്ക്ക് അപ്പുറമാണ് റസൂലിനെ അനുസരിക്കുന്നത്. അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്, ആ വികാരത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം യാത്ര ചെയ്തു പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇരുന്ന് കളയും, ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ തന്നെ കുറെ നേരം നിൽക്കും. വേറെ ചില സ്ഥലങ്ങളിൽ അദ്ദേഹം മിനായിലെത്തുമ്പോൾ ചില പ്രത്യേക സ്ഥലത്തെ തമ്പടിക്കുകയുള്ളൂ. ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എനിക്ക് ഇങ്ങനെ കൽപ്പനയൊന്നുമില്ല, അവിടെ നിൽക്കണമെന്നില്ല, അവിടെ ഇരിക്കണമെന്നില്ല, ഇവിടെ തമ്പ് കെട്ടണമെന്നില്ല. പക്ഷെ റസൂൽ ഇവിടെ തമ്പ് കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തമ്പ് കെട്ടുന്നു. റസൂൽ ഇതിലെ നടന്നു പോയപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ട് കുറച്ചു നേരം, അതുകൊണ്ട് ഞാൻ നിൽക്കുന്നു. റസൂൽ ഇവിടെ നടന്നു പോയപ്പോൾ അല്പം ഇരുന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. സഹാബാക്കൾ റസൂലിനെ എങ്ങനെ പിൻപറ്റണമെന്ന് നമുക്ക് കാട്ടിത്തന്ന വഴികളാണിതൊക്കെ. അത്തരത്തിൽ പിൻപറ്റി ഏകപക്ഷീയമായി അള്ളാഹെ ഞാൻ സ്നേഹിച്ചു, എന്നിട്ട് അള്ളാഹ് എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, പലരുടെയും പരാതിയല്ലേ, പരിഭവമല്ലേ, ലോകമാകെ പ്രതിസന്ധിയിലല്ലേ. പക്ഷേ എന്റെ റസൂലിനെ നിങ്ങൾ പിൻപറ്റി കാണിക്കൂ, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചും നിങ്ങൾക്ക് സ്നേഹം തരാം, ഇല്ലെങ്കിൽ സ്നേഹം ഏകപക്ഷീയമാണ്, എങ്കിലേ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കൂ. ഈ സന്ദർഭത്തിൽ റസൂലിനെ പിൻപറ്റേണ്ടത് എങ്ങനെയെന്ന് സഹാബകൾ കാട്ടിത്തന്ന വഴിയിലൂടെ പിൻപറ്റാനും തുടരാനും അത് ലോകത്ത് ലക്ഷോപലക്ഷങ്ങളിൽ കോടാനുകോടികളിലൂടെ അരങ്ങേറുകയാണ്. ഒരു ദിവസം 2.5 ലക്ഷം ആളുകൾ ആ തിരുജന്മം നടന്നിടത്ത്, വഫാത്ത് നടന്നിടത്ത് ഒരു ദിവസം 5 സമ്മേളനങ്ങൾ നടത്തുകയാണ്. ഇൻറ്റു 365. ലോകത്തൊരു സാമ്രാട്ടിനുമില്ലിത്. നെപ്പോളിയൻ ബോണപ്പാർട്ടിനില്ല, ജീസസിനില്ല, മോസസിനില്ല, ജൂലിയസ് സീസറിനില്ല, കാൾ മാക്സിനില്ല, ഗാന്ധിജിക്കില്ല. വഫാത്തായിടത്ത് 2.5 ലക്ഷം പേരുടെ മിനിമം 5 സമ്മേളനങ്ങൾ ഒരു ദിവസം, 365 ദിവസം. ജനിച്ചിടത്ത് ശരാശരി 5 മുതൽ 10 ലക്ഷം പേരുടെ സമ്മേളനം. അത് 15 ആകും, 20 ആകും, 25 ആകും ഹജ്ജിന്റെ സീസണിലേക്ക്. ഇൻറ്റു 365 മുടങ്ങാത്ത സമ്മേളനങ്ങൾ. ഈ റസൂലിനെ സ്നേഹിക്കാൻ ലോകത്തിനറിയാം, പക്ഷേ അതതിന്റെ പൂർണ്ണത കൈവരിക്കണം. അതൊരു വൈകാരികത തന്നെയാണ്, വൈചാരികതയെ മറന്നുകൊണ്ടുള്ളതല്ല എന്നുകൂടിയുള്ള തിരിച്ചറിവിലേക്ക് ഈ അനുസ്മരണ സമ്മേളനങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കട്ടെ എന്ന് صدقا وفاك بكر علماء